ഹലോ ഗൈസ്, ഇത് ഞങ്ങൾ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ്. ഇത് അങ്കമാലി മാങ്ങാക്കറി ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ കുറേ ദിവസം കൊണ്ട് അങ്കമാലി മാങ്ങാക്കറി കഴിക്കണമെന്നുള്ളൊരാഗ്രഹം. ഇന്നലെ പോയിട്ട് മാങ്ങ മേടിച്ചു. അപ്പോൾ ഇതിനകത്ത് 3 മാങ്ങ മേടിച്ചു. 2 മാങ്ങ അച്ചാറിട്ട് ഒരാൾക്ക് അയച്ചു കൊടുക്കാണ്ടായിരുന്നു, അയച്ചു കൊടുത്തു. ഓക്കെ, ഇവിടെ ഉണ്ട്. ഇതെന്താ ചെയ്ത് മഞ്ഞപ്പൊടി ഇത് മഞ്ഞപ്പൊടിയും ഉപ്പും വിനാഗിരിയും, കുറച്ച് വിനാഗിരിയും ചേർത്ത് തിരുമ്മി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊരു 10-15 മിനിറ്റ് വെച്ചേക്കണമെന്നാണ് മനസ്സിലാക്കിയത്. ഓക്കെ, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു സവാള, പിന്നെ 1-ാം പാലും വേണം, 2-ാം പാലും വേണം. ഇത് ഈ പാലിനകത്തിൽ കിടന്നിട്ട്, ഈ 1-ാം പാലിനകത്ത് കിടന്നിട്ടാണ് ഈ സാധനം വേകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 1-ാം പാല് പിഴിഞ്ഞ് വെക്കുകയാണ്. ഇത് 2-ാം പാലാ? ഇത് 2-ാം പാല്. 2-ാം പാലല്ലേ വേകുന്നേ? 2-ാം പാലിലാണ് വേകുന്നത്. ലാസ്റ്റ് ഇറക്കാൻ നേരം കട്ടിയുള്ള 1-ാം പാല്. കൈ മുറിഞ്ഞ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നു ഗായ്സ്. ആദ്യം ഈ സാധനം ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ബാക്കി ചെയ്യാം. ഇഞ്ചി, കറിവേപ്പില, പിന്നെ പച്ചമുളക്. ഓക്കെ, ഇച്ചിരി കറിവേപ്പില ഇടാവേ. കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പില ഇടണം, ഇറപ്പിക്കല്ലേ. ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് വിനീഗർ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. വെളിച്ചെണ്ണ ഇനി നന്നായിട്ട് ഞെരടി 10 മിനിറ്റ് നല്ലപോലെ ഞെരടണം. ഇതിൻ്റെ സ്മെല്ല് വെളി വരും, അതുവരെ ഇതിങ്ങനെ ഞെരടിക്കൊണ്ടിരിക്കണം. ഓക്കെ, നല്ല മണം വരും. ഞെരടി കഴിഞ്ഞിട്ട് ഒരു ശകലം ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. വീണ്ടും നന്നായിട്ട് ഞെരടി പിടിപ്പിക്കണം, ഇങ്ങനെ കുഴക്കണം. ഇത് നല്ല കുത്തരിയുടെ കൂടെ ഇത് മാത്രം കൂട്ടി ചോറിനാണ് സൂപ്പറാണ്. അടിപൊളിയാണ്, നല്ല മണം വരുന്നുണ്ട് അല്ലേ? വെളിച്ചെണ്ണയുടെയും വിനാഗിരിയുടെയും ഒക്കെ കൂടെ ഉള്ളൊരു മണം. ചെറിയുള്ളിയുടെയും പച്ചമുളകിന്റെ ഒക്കെ കൂടെ ഈ ഞെരടുന്നതിനകത്തിനാണ് ഇതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, കഴിച്ചിട്ടില്ല, കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ നന്നായിട്ട് ഞെരടി. ഓക്കെ, കുറേ നേരമായി ഞാൻ ഞെരടാൻ തുടങ്ങിയിട്ട് കൈ വേദനയെടുക്കുന്നു. എന്നിട്ട് കുറച്ചേരം ഇങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ നമ്മൾ കുത്തിയിട്ട് വെച്ചേക്കാം. ഒരു മൺചട്ടി എടുക്കും, മൺചട്ടി ആയിരിക്കും സൂപ്പർ. അപ്പോൾ ഇതങ്ങ് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ മൺചട്ടിയിലോട്ട് ഇടണം. നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല ഭയങ്കര സ്മെല്ല് വരണം, നല്ല ഉഗ്ര സ്മെല്ലാണ്. ഓക്കെ, അടുപ്പിലിട്ടോ അടച്ചു വെച്ചിട്ട് ചട്ടിയും ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് എണ്ണയൊന്നും ഒഴിക്കണ്ട, ഇങ്ങനെ ഈ ചെറിയ തീയിൽ ഒന്ന് ജസ്റ്റ് വാടി വരും. ഇപ്പോൾ ഓൾറെഡി അത് നല്ല കുഴഞ്ഞ് നല്ല സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് ഇരിക്കുകയാണ്. എന്നാലും ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് വാടി വരട്ടെ. നല്ല മണം വരുന്നത് വീണ്ടും.
ഇത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയ്ക്കകത്ത് നമ്മൾ ഓൾറെഡി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും ചേർത്തല്ലേ? വിനാഗിരിയും ചേർത്തിട്ടുണ്ട്. നമ്മൾ മാങ്ങയാകുമ്പോഴേ പെട്ടെന്ന് വേകുന്ന മാങ്ങ. അപ്പോൾ അടച്ചു വെച്ച് ഒരുപാട് നേരം നമ്മൾ ഇതാക്കണം. ഇതൊന്ന് ഒരു തിള വരുമ്പോഴത്തേക്ക് മാങ്ങ വേകും. ഓക്കെ, അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഈ സമയമാകുമ്പോഴത്തേക്ക് ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണേ. നോക്കട്ടെ, ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. കുറച്ചുകൂടി ഉപ്പ് വേണം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഈ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നമ്മൾ ഇത് ഇളക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. ചുറ്റിച്ചെടുക്കുക ചെയ്യാവുള്ളൂ. ഇളക്കുന്നതിന് കുഴപ്പമില്ല, കുത്തി ഇളക്കാൻ പാടില്ല. എൻ്റെ കൈ പൊള്ളിക്കാനുള്ള പരിപാടിയല്ലേ? നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഈ സമയം അവിടെ ഉപ്പും കൂടെ ചേർത്തിട്ട് മാങ്ങ വെന്തിട്ടുണ്ടോ എന്ന് കൂടെ നോക്കണേ. ഉടഞ്ഞു പോകരുത്. വെന്തിട്ടില്ല. അടച്ചു വെച്ചേ. മാങ്ങ വെന്തോ നോക്കാം. അതിന് നല്ല മണം വരുന്നുണ്ട്. ഉപ്പൊക്കെ ഓക്കെയാണ്. മാങ്ങ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, മാങ്ങയും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാലെടുത്ത് കട്ടിയുള്ള പാല് എടുത്ത് ഇങ്ങനെ സൈഡിൽ നിന്ന് ഒഴിച്ചു. നമ്മൾ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഒന്നാം പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് നന്നായിട്ട് കുറുകി വരും. ഓക്കെ, ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി ഇങ്ങോട്ട് വെക്കുക. ഇനി നമുക്കിതിനെ താളിക്കണം. ഓക്കെ, താളിക്കാനായിട്ട് ഒരു 2-3-4 ചുവന്നുള്ളി വട്ടത്തിനായിരിക്കും വെക്കുക. താളിക്കാനായിട്ട് നമ്മൾ ചുവന്നുള്ളി അരിയുന്ന പോലെ തന്നെ സാധാരണ രീതിയിൽ അങ്ങ് അരിയുക. ഓക്കെ, കഴിഞ്ഞിട്ട് എണ്ണ ചൂടാൻ വെക്കാം. താളിക്കാനായിട്ട് എണ്ണ ഒഴിക്കണം. അതും വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി, പച്ചമുളക്, കുറച്ച് ഇതെല്ലായിട്ടുണ്ട്. ഇത് നമ്മൾ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. അങ്കമാലി മാങ്ങാക്കറി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക, ആദ്യമായിട്ട് കഴിക്കാനും പോവുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്കറിയത്തില്ല. ഇതിനിപ്പോൾ എന്ത് ടേസ്റ്റാണോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഓക്കെ, ഞാനും ആദ്യമായിട്ട് കഴിക്കും. എന്നെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കുവാണോ എന്ന് എനിക്കൊരു സംശയം. അങ്കമാലി മാങ്ങാക്കറിയാന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണോ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് മുമ്പേ വെച്ച് മാങ്ങാക്കറി ഒന്ന് കഴിച്ച് നോക്കാവേ. ഇത് എന്താ പറഞ്ഞാൽ നമ്മളിത് കഴിക്കാത്തത് കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അത്ര കൃത്യമായിട്ട് അറിയത്തില്ല. നോക്കട്ടെ. നല്ലതാണോ? ഒരു രക്ഷയില്ലടോ, കിടുക്കം സാധനം. ഈ വെറുതെ അല്ലേ അങ്കമാലിയുള്ള ആൾക്കാർ ഇത് കല്യാണത്തിന് വിളമ്പുന്ന കറിയാന്ന് അറിയാൻ കഴിഞ്ഞത്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, നല്ല രസമുണ്ട്, ഉഗ്രം ടേസ്റ്റ്. അങ്കമാലി ചെന്നിട്ട് കഴിച്ചു നോക്കണം. ഈ കറി എന്തായാലും ടേസ്റ്റ് ഉണ്ട്. അല്ല, എന്തായാലും ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏകദേശം
അവർ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പം ഇത് തന്നെ ആവാനാണ് സാധ്യത. നോക്കട്ടെ. ജസ്റ്റ് പുളിയൊന്നുമില്ല. പുളിയൊന്നുമില്ലടാ. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റാ. ചേർക്കത്തോ? നല്ല ടേസ്റ്റാ. ചേർക്കത്തു.